എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കർമൂസ ഉപ്പേരിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. 2 കർമൂസ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്യാണ്. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇന്നിവിടെ ഉപ്പേരി വെക്കുന്നത്. ഇപ്പം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. വലിയ കർമൂസയാണെങ്കിൽ 1 കർമൂസ മതി. ഇവിടെ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ കാബേജ് ഒക്കെ അരിഞ്ഞ പോലെ തന്നെ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ഉള്ളി എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ എല്ലായിടത്തിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എല്ലായിടത്തിലേക്കും എത്തണം. ഉപ്പൊക്കെ അവിടെയും ഇവിടെ ആയി പോകരുത്. എല്ലായിടത്തിലും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കർമൂസ അതിലേക്ക് ഇടുക. എല്ലാ കർമൂസയും അതിലിട്ടതിന് ശേഷം ഇവിടെ കർമൂസ എന്നാണ് കേട്ടോ പറയുന്നത്. ചില സ്ഥലത്ത് കപ്ലങ്ങാന്നും പപ്പായ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ കർമൂസ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എല്ലാ കർമൂസയും ചീഞ്ചട്ടിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെ വെന്തോളും. കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടും വെക്കും ഈ ഉപ്പേരി. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കണം. മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ അതിൻ്റെ ആവിയും ആ ചീഞ്ചട്ടീൻ്റെ ചൂടെല്ലാം കൂടി ആയിട്ട് ഉപ്പേരി നന്നായിട്ട് വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വേഗം തന്നെ ഈ ഉപ്പേരി ആവും. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ഉപ്പേരി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഒരു ക്യാബേജ് ഉപ്പേരിയൊക്കെ ഒരു പോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ ആയതിന് പായിൻ്റെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആവുന്ന ഉപ്പേരിയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഉപ്പേരി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.